സുഹൃത്തുക്കളെ, ലോകം നിങ്ങളോട് പറയും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നത് സ്വയം മാറ്റം വരുത്താതെ ഉള്ളതുപോലെ തന്നെ തുടരുന്നവന് ഒരിക്കലും മഹാനാകാൻ കഴിയില്ല എന്നാണ്. സത്യത്തിൽ സ്വന്തം ജീവിതം കൊണ്ടും ശീലങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് തന്നെ സന്തോഷം തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും? അതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്തുക, സ്വയം അപ്ഗ്രേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ മാത്രമേ മറ്റുള്ളവരും നിങ്ങളോട് പെരുമാറൂ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ്: പണം, സ്നേഹം, വിജയം, അന്തസ്സ്. എന്നാൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും അതിലോലമായതും ഏറ്റവും വിലപ്പെട്ടതും കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ കാര്യമാണ് ബഹുമാനം. ബഹുമാനം നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല, ചോദിച്ചു വാങ്ങാനും കഴിയില്ല. അത് നിങ്ങൾ അധ്വാനിച്ച് നേടേണ്ടതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കാനുള്ള 12 നിയമങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ 5 എണ്ണമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വില വർദ്ധിക്കുന്നത് അനുഭവപ്പെടും. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങും, മനസ്സിലാക്കും, നിങ്ങളെ ശ്രദ്ധിക്കും. ഒരു മാന്യനായ വ്യക്തിക്ക് നൽകുന്ന അതേ ബഹുമാനം നിങ്ങൾക്കും നൽകി തുടങ്ങും. പലപ്പോഴും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും കളിയാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. നമ്മൾ അർഹിക്കുന്ന പരിഗണന നമുക്ക് കിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഇതുണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. എന്നാൽ അതേ കാര്യം മറ്റൊരാൾ പറഞ്ഞാൽ എല്ലാവരും ഗൗരവത്തോടെ കേൾക്കും. അപ്പം നമുക്കുള്ളിൽ തോന്നും, എന്താ എന്റെ വില ഇത്ര കുറഞ്ഞുപോയത്? ഇവിടെയാണ് ചാണക്യന്റെ ഒരു ശക്തമായ തത്വം ബാധകമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്വന്തം വില ഉയർത്താത്ത വ്യക്തിക്ക് സമൂഹം ഒരിക്കലും വില നൽകില്ല. ഇതിന്റെ അർത്ഥം വ്യക്തമാണ്: ബഹുമാനം കിട്ടുന്നതല്ല, കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ്. അതിനായി അത്തരമൊരു വ്യക്തിത്വവും ആത്മവിശ്വാസവും പെരുമാറ്റവും നമ്മൾ വളർത്തിയെടുക്കണം. അത് കണ്ടാൽ സുഹൃത്തുക്കളായാലും കുടുംബമായാലും സമൂഹമായാലും നിങ്ങളെ ഗൗരവമായി കാണാൻ അവർ സ്വയം നിർബന്ധിതരാകും. വരൂ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആളുകൾ നിങ്ങളെ കേൾക്കാനും പിന്തുടരാനും ബഹുമാനിക്കാനും കാരണമാകുന്ന ആ 12 നിയമങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിയമം: ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ ബഹുമാനത്തോടെ കേൾക്കാൻ പഠിക്കണം. ഒരാൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അത് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. ഇടയ്ക്ക് തിരുത്താൻ ശ്രമിക്കരുത്. തർക്കിക്കാൻ ചാടി വീഴരുത്. ഈ ചെറിയ ശീലം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പക്വതയുള്ളവനും ഉറച്ച നിലപാടുള്ളവനും ബുദ്ധിമാനുമായി മാറ്റും. അവരുടെ വാക്കുകൾ ഹൃദയം കൊണ്ട് കേൾക്കുന്ന വ്യക്തിക്ക് ആളുകൾ വലിയ ബഹുമാനം നൽകും. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ സത്യം കൂടിയുണ്ട്. കേൾക്കുക എന്നത് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുന്നതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ തിരിച്ച് അവരും അതേ ബഹുമാനത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആരെങ്കിലും നിങ്ങളെ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വർത്തമാനം മുറിക്കുന്നുണ്ടെങ്കിൽ, വാചകം മുഴുമിപ്പിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനല്ല, അവരുടെ ശബ്ദം കേൾപ്പിക്കാനാണ് താൽപര്യം. അത്തരം ആളുകൾ നിങ്ങളുടെ വില ഒരിക്കലും കൂട്ടില്ല, മറിച്ച് കുറയ്ക്കുകയുള്ളൂ. അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മൗനം അവരുടെ കണ്ണിൽ നിങ്ങളുടെ ബലഹീനതയായി മാറും. ചാണക്യൻ ഇതിനെക്കുറിച്ച് അത്ഭുതകരമായ ഒരു തത്വം പറയുന്നുണ്ട്: കേൾക്കാൻ അറിയാത്തവന് പഠിക്കാൻ കഴിയില്ല, പഠിക്കാത്തവന് ഒരിക്കലും സ്ഥിരമായ ബഹുമാനം ലഭിക്കില്ല. ചാണക്യൻ ആരുമായി ചർച്ച ചെയ്യുമ്പോഴും ആദ്യം അവരുടെ വശം മുഴുവൻ കേൾക്കുമായിരുന്നു. മുന്നിലുള്ളത് എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും അദ്ദേഹം കേൾക്കും. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ രാജസഭ മുഴുവൻ നിശബ്ദമായിരിക്കും. കാരണം ചാണക്യൻ തന്റെ സംസാരത്തിനു മുൻപേ തന്റെ കേൾക്കാനുള്ള കഴിവുകൊണ്ട് ആളുകളുടെ ബഹുമാനം നേടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഓർക്കുക, കേൾക്കാൻ കഴിവുള്ളവനെ മാത്രമേ മറ്റുള്ളവർ കേൾക്കൂ. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നവനാണ് സ്വന്തം ബഹുമാനമുണ്ടാക്കുന്നത്. അതിനാൽ ആദ്യ നിയമം മനസ്സിലുറപ്പിക്കുക: ശ്രദ്ധിച്ചു കേൾക്കുക. പക്ഷെ കേൾക്കുക മാത്രമല്ല, നിങ്ങളെയും കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കേൾക്കാൻ തയ്യാറല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും ബഹുമാനം ലഭിക്കില്ല. രണ്ടാമത്തെ നിയമം: ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഭൂരിഭാഗം ആളുകളും ഉടൻ പ്രതികരിക്കും, ദേഷ്യപ്പെടും, ഉച്ചത്തിൽ മറുപടി പറയും, അല്ലെങ്കിൽ തിരിച്ചു കളിയാക്കും. എന്നാൽ ഈ തെറ്റാണ് നിങ്ങളുടെ വില ഏറ്റവും കൂടുതൽ കളയുന്നത്. യഥാർത്ഥ ശക്തി ഒരിക്കലും ബഹളത്തിലല്ല ഉള്ളത്. ശക്തി നിങ്ങളുടെ മൗനത്തിലാണുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കരുത്. വെറുതെ ശാന്തനായിരിക്കുക. അവരുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. ഒന്നും മിണ്ടാതിരിക്കുക. ഈ നിശബ്ദത മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊടുക്കും. നിങ്ങൾ ഒഴുകുന്ന നദി കണ്ടിട്ടില്ലേ? വെള്ളം കുറവാണെങ്കിൽ, ആഴം കുറവാണെങ്കിൽ അത് വലിയ ശബ്ദമുണ്ടാക്കും. എന്നാൽ ആഴമുള്ള പുഴ, അതിനുള്ളിൽ ഗൗരവമുണ്ടെങ്കിൽ അത് വളരെ ശാന്തമായി ഒഴുകും. അറിവും അനുഭവവും ബുദ്ധിയുമുള്ള മനുഷ്യർ അതുപോലെ ശാന്തരായിരിക്കും. ഒഴിഞ്ഞ പാത്രങ്ങളാണ് എപ്പോഴും ശബ്ദമുണ്ടാക്കുക. എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുന്നവർ, പെട്ടെന്ന് പ്രതികരിക്കുന്നവർ, ദേഷ്യത്തിൽ മറുപടി നൽകുന്നവർ അവർ ഉള്ളിൽ എത്ര ദുർബലരാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന്റെ സാന്നിധ്യം തന്നെ മുന്നിലുള്ളയാളെ സമ്മർദ്ദത്തിലാക്കും. ചാണക്യൻ ഇതിനൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഒരിക്കൽ രാജസഭയിൽ വെച്ച് ഒരു മന്ത്രി ചാണക്യനെക്കുറിച്ച് മോശമായ ഒരു പരാമർശം നടത്തി. സഭ മുഴുവൻ നിശബ്ദമായി. വലിയൊരു വഴക്കുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ചാണക്യൻ ശാന്തനായിരുന്നു. അദ്ദേഹം മറുപടിയൊന്നും നൽകിയില്ല.
ആ മന്ത്രിയുടെ കണ്ണുകളിലേക്ക് കുറച്ചു നിമിഷം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അദ്ദേഹം സ്വന്തം സീറ്റിൽ പോയിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ താൻ ആരോടാണ് എന്താണ് പറഞ്ഞതെന്ന് ആ മന്ത്രിക്ക് മനസ്സിലായി. ചാണക്യൻ വാക്കുകൾ കൊണ്ടല്ല, തന്റെ ആത്മനിയന്ത്രണം കൊണ്ടും മൗനം കൊണ്ടും അയാളെ തോൽപ്പിച്ചു. പിന്നീട് ആ മന്ത്രി തന്നെ ആദ്യം വന്ന് മാപ്പ് ചോദിച്ചു. ചാണക്യൻ പറയുമായിരുന്നു, അപമാനത്തിന് ഉടൻ മറുപടി നൽകുന്നത് വിഡ്ഢിത്തമാണ്. കൃത്യസമയത്ത് പാലിക്കുന്ന മൗനം അപമാനത്തെ തന്നെ നാണം കെടുത്തിക്കളയും. ഓർക്കുക, നിങ്ങളുടെ മൗനം നിങ്ങളുടെ ദൗർബല്യമല്ല, അത് നിങ്ങളുടെ പവറാണ്. എപ്പോൾ നിങ്ങളുടെ മൗനം മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ബഹുമാനം താനെ വർദ്ധിക്കും. അതിനാൽ എല്ലാ കാര്യത്തിനും പ്രതികരിക്കാതിരിക്കുക, ശാന്തനായിരിക്കുക. ഏത് ദിവസം നിങ്ങളുടെ മൗനം ആളുകളെ ഭയപ്പെടുത്തുന്നുവോ അന്നുമുതൽ നിങ്ങളുടെ വില ഇരട്ടിയാകും. മൂന്നാമത്തെ നിയമം. ഒറ്റനോട്ടത്തിൽ തന്നെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ നിൽപ്പ് അഥവാ പോസ്ചർ ശരിയാക്കുക. ലോകത്ത് ആദ്യത്തെ ഇംപ്രഷൻ ഉണ്ടാകുന്നത് വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ നിൽപ്പുകൊണ്ടും നടത്തം കൊണ്ടുമാണ്. നിങ്ങൾ എത്ര ആത്മവിശ്വാസമുള്ളവനാണ്, എത്ര കരുത്തനാണ് എന്ന് നിങ്ങളുടെ ശരീരഭാഷ പറയും. എങ്ങനെ പോസ്ചർ ശരിയാക്കാം? ഇതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വെറും 10 സെക്കൻഡ് മതി. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. നേരെ നിൽക്കാതെ അല്പം വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. നട്ടെല്ല് അല്പം നിവർത്തുക. ഷോൾഡർ അല്പം പുറകിലേക്ക് വയ്ക്കുക. തല അല്പം ഉയർത്തിപ്പിടിക്കുക. അധികം വേണ്ട, നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനായി തോന്നിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ പോസ്ചർ മാറി. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഈ രീതി പിന്തുടരുക. നടക്കുമ്പോൾ അല്പം വേഗത്തിൽ നടക്കുക. സാവധാനം നടക്കുന്നത് ഭയത്തെയും അസ്വസ്ഥതയെയുമാണ് കാണിക്കുന്നത്. എന്നാൽ വേഗത്തിലുള്ള നടത്തം നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ കാണിക്കുന്നു. നടക്കുമ്പോൾ കൈകൾ പോക്കറ്റിലിടാതെ നടക്കുക. നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒളിക്കുകയല്ല, ലോകത്തെ നേരിടാൻ വന്നതാണ് എന്ന് ഇത് കാണിക്കുന്നു. ഇനി നിങ്ങൾക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു കൈ പോക്കറ്റിലിടാം. അത് നിങ്ങൾക്ക് അല്പം ആശ്വാസം നൽകും. ചാണക്യൻ ഇതിനെക്കുറിച്ച് അത്ഭുതകരമായ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവം വാക്കുകളിലൂടെയല്ല, അവന്റെ ഇരിപ്പിലും നടപ്പിലും മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ചാണക്യൻ വരുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് മൂഡിലാണെന്നും എന്ത് സംസാരിക്കുമെന്നും രാജസഭയ്ക്ക് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ നടത്തം അത്രത്തോളം കൃത്യവും വേഗമുള്ളതും സ്ഥിരതയുള്ളതുമായിരുന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ അദ്ദേഹം ആളുകളെ സ്വാധീനിച്ചിരുന്നു. ഓർക്കുക, ആളുകൾ ആദ്യം നിങ്ങളുടെ ശരീരഭാഷ കാണുന്നു, ശേഷമാണ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത്. നിങ്ങളുടെ പോസ്ചർ ശക്തമാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരും. നാലാമത്തെ നിയമം. ആൾക്കൂട്ടത്തെ കാണുമ്പോഴോ വലിയ വ്യക്തികളെ കാണുമ്പോഴോ നിങ്ങൾക്ക് പേടിയോ വിറയലോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. അവർക്കും 2 കണ്ണും 2 ചെവിയും ഒരു തലച്ചോറും മിടിക്കുന്ന ഒരു ഹൃദയവുമുണ്ട്. അവരും രാവിലെ എഴുന്നേൽക്കുന്നു, കഷ്ടപ്പെടുന്നു, തെറ്റുകൾ വരുത്തുന്നു, ക്ഷീണിക്കുന്നു. അവരും ടോയ്ലറ്റിൽ പോകുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായി. പക്ഷെ വലിയ കാര്യമെന്തെന്നാൽ നമ്മൾ ദിവസവും നമ്മുടെ മനസ്സിനെ ആ സ്വാതന്ത്ര്യം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് കരുതിയാൽ മറ്റുള്ളവരും നിങ്ങളെ ചെറുതായി കാണും. എന്നാൽ അവരും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കുമാവാം എന്ന് ചിന്തിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. ഈ ലോകത്ത് ബഹുമാനം ലഭിച്ചവരെല്ലാം ആദ്യം സ്വന്തം മനസ്സിൽ സ്വയം ബഹുമാനിച്ചവരാണ്. ചാണക്യനും ഇതാണ് പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, അങ്ങ് രാജാക്കന്മാരുടെ ഇടയിൽ ഇത്ര പേടിയില്ലാതെ നിൽക്കുന്നതെങ്ങനെയാണ്? അങ്ങേക്ക് പേടി തോന്നുന്നില്ലേ? ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുന്നിലുള്ളയാളെ ഒരു മനുഷ്യനായി കണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവന്റെ കിരീടവും സിംഹാസനവും എന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കില്ല. മറ്റുള്ളവർ തന്നേക്കാൾ മുകളിലാണെന്ന് കരുതുന്നവർക്കാണ് പേടി തോന്നുന്നത് എന്ന് ചാണക്യൻ പറയുമായിരുന്നു. മുന്നിലുള്ളവനും മണ്ണുകൊണ്ടുണ്ടാക്കിയവനാണെന്ന് മനസ്സിലാക്കുന്നവൻ ആരെയും ഭയപ്പെടില്ല. ഈ ചിന്തയാണ് ചാണക്യനെ വലിയ രാജാക്കന്മാരുടെ മുന്നിലും തലയുയർത്തി നിൽക്കാൻ സഹായിച്ചത്. ഓർക്കുക, ആത്മവിശ്വാസം ഒരു മാജിക്കല്ല, അതൊരു ചിന്തയാണ്, ഒരു തോന്നലാണ്. അത് മനസ്സിൽ വന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം മാറും. അഞ്ചാമത്തെ നിയമം. ലോകം നിങ്ങൾക്ക് ബഹുമാനം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം. ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി നല്ല വസ്ത്രം ധരിക്കുക എന്നതാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ധാരണയാണിത്. നിങ്ങൾ അയഞ്ഞതോ മങ്ങിയതോ ആയ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ളിൽ ഒരു തളർച്ച തോന്നും. എന്നാൽ നല്ല നിലവാരമുള്ള പാകത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അടുത്ത ലെവലിലേക്ക് പോകും. നിങ്ങളുടെ നടത്തം പോലും മാറും. പലരും ഇവിടെ ഒരു തെറ്റ് വരുത്താറുണ്ട്. പണം ലാഭിക്കാൻ വേണ്ടി നിലവാരമില്ലാത്ത 4-5 വസ്ത്രങ്ങൾ വാങ്ങും. എന്നാൽ അതേ പണം കൊണ്ട് മികച്ച നിലവാരമുള്ള ഒരു വസ്ത്രം വാങ്ങിയാൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റും. 2000 രൂപയ്ക്ക് 5 ഷർട്ട് വാങ്ങുന്നതിനു പകരം 2000 രൂപയ്ക്ക് 5 മാസം നിങ്ങളെ ആത്മവിശ്വാസത്തോടെ നിർത്തുന്ന ഒരു ഷർട്ട് വാങ്ങുക. വസ്ത്രം വൃത്തിയുള്ളതും നല്ല മെറ്റീരിയലുള്ളതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതുമായിരിക്കണം. 4 ജോഡി നല്ല വസ്ത്രം മതി, പക്ഷെ അതിൽ നിങ്ങളുടെ വിലയും സാന്നിധ്യവും ദിഖണം കാണണം. ചാണക്യൻ പറയുന്നു, വസ്ത്രം മനസ്സിന്റെ കണ്ണാടിയാണ്. സ്വയം ബഹുമാനം നൽകുന്നവനെ ബഹുമാനത്തിനർഹനാകൂ. ചാണക്യൻ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ രാജസഭയിൽ പോകുമ്പോൾ അദ്ദേഹം എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിരുന്നു. രാജാവായാലും മന്ത്രിയായാലും വൃത്തിയില്ലാതെ സഭയിൽ വന്നാൽ അവന്റെ പകുതി ബഹുമാനം വാതിലിന് പുറത്തുപോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
വസ്ത്രം കൊണ്ടല്ല വ്യക്തിത്വം ഉണ്ടാകുന്നത്, പക്ഷേ വസ്ത്രം നിങ്ങളുടെ വ്യക്തിത്വത്തെ ലോകത്തിനു മുന്നിൽ വേഗത്തിൽ കാണിച്ചുകൊടുക്കും. 6-ാമത്തെ നിയമം. സംസാരിക്കുമ്പോൾ സാവധാനം സംസാരിക്കുക, ചിന്തിച്ച് സംസാരിക്കുക, ഇടവേളകൾ നൽകി സംസാരിക്കുക. വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നവർ കാണാൻ എത്ര വലിയവരായാലും അവരുടെ ശബ്ദത്തിൽ പേടിയും അക്ഷമയും കാണാം. അത്തരം ശബ്ദം വ്യക്തിത്വത്തെ ദുർബലമാക്കും. എന്നാൽ ശാന്തമായി സംസാരിക്കുന്നവരുടെ വാക്കുകൾ കുറവാണെങ്കിലും അതിനു വലിയ സ്വാധീനമുണ്ടാകും. സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലർ വലിയ ശരീരമുള്ളവരാകും, പക്ഷെ വെപ്രാളപ്പെട്ട് സംസാരിച്ച് വില കളയും. മറ്റു ചിലർ സാവധാനം നിയന്ത്രണത്തോടെ സംസാരിച്ച് വലിയ ബഹുമാനം നേടുന്നു. യഥാർത്ഥത്തിൽ ബഹുമാനം വരുന്നത് ശബ്ദത്തിന്റെ ടോണിൽ നിന്നാണ്, ശരീരത്തിന്റെ വലിപ്പത്തിൽ നിന്നല്ല. ചാണക്യൻ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന ഒരു സത്യത്തിന് ഉച്ചത്തിൽ പറയുന്ന 100 നുണകളേക്കാൾ ശക്തിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ചാണക്യൻ രാജാക്കന്മാരോട് പോലും വളരെ ശാന്തമായാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ നിയന്ത്രണം കണ്ട് സഭ മുഴുവൻ നിശബ്ദമായി കേൾക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് പതിയെ സംസാരിക്കുന്നത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ചാണക്യൻ പറഞ്ഞു, വേഗത്തിൽ സംസാരിക്കുന്നവൻ ഭയപ്പെടുന്നു. പതിയെ സംസാരിക്കുന്നവൻ തന്റെ വാക്കുകളിൽ പൂർണ്ണ നിയന്ത്രണമുള്ളവനാണ്. പതിയെ സംസാരിക്കുന്നത് ദൗർബല്യമല്ല, ശക്തിയുടെ ലക്ഷണമാണ്. അതിനാൽ ഓർക്കുക, എത്ര സാവധാനം സംസാരിക്കുന്നുവോ അത്രയും ശ്രദ്ധയോടെ ആളുകൾ നിങ്ങളെ കേൾക്കും. ബഹുമാനം കൂടാൻ ശബ്ദത്തിൽ ഒരു ഗൗരവം കൊണ്ടുവരിക, വാക്കുകൾക്ക് ഭാരം നൽകുക. 7-ാമത്തെ നിയമം. നിങ്ങളുടെ കലയിൽ അല്ലെങ്കിൽ ജോലിയിൽ വിദഗ്ധനാവുക. എത്രത്തോളമെന്നാൽ ലോകം നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകണം. തന്റെ ജോലിയിൽ അതിവിദഗ്ധനായവനു മാത്രമേ യഥാർത്ഥ ബഹുമാനം ലഭിക്കൂ, പുറമോടിയിലല്ല. നിങ്ങളുടെ കഴിവിലാണ് കാര്യം. വിരാട് കോഹ്ലി വലിയ കളിക്കാരനാണ്, പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുന്നിൽ അദ്ദേഹം തലകുനിക്കുന്നു. കാരണം സച്ചിൻ ആ കലയുടെ ഉന്നതിയിലെത്തിയ ആളാണ്. ബിസിനസ്, കല, സ്പോർട്സ്, പഠനം, പാചകം എന്നുവേണ്ട ഏത് മേഖലയിലായാലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കഴിവിനു മുന്നിൽ തലകുനിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരണം. അപ്പോൾ ബഹുമാനം നിങ്ങളുടെ പിന്നാലെ വരും. അത്തരം ആളുകളെ കണ്ട് ജനം പ്രചോദനം ഉൾക്കൊള്ളും. ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കലയും അറിവും ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ധനമാണ്, അതാണ് ഏറ്റവും വലിയ ബഹുമാനം നൽകുന്നത്. ചാണക്യൻ സ്വയം വലിയ പണ്ഡിതനും തന്ത്രജ്ഞനുമായതുകൊണ്ടാണ് രാജാക്കന്മാർ പോലും അദ്ദേഹത്തെ വണങ്ങിയിരുന്നത്. അതുകൊണ്ട് ഒരു ലക്ഷ്യം വയ്ക്കുക. നിങ്ങളുടെ ഫീൽഡിൽ വെറും നല്ലവനായാൽ പോരാ, ഏറ്റവും മികച്ചവനാകണം. വെറും പഠിക്കുന്നവനാകരുത്, എക്സ്പേർട്ടാകണം. നിങ്ങളുടെ കഴിവ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനം ചോദിക്കേണ്ടിവരില്ല, അത് നിങ്ങളെ തേടിവരും. 8-ാമത്തെ നിയമം. നിങ്ങൾക്ക് അസാധാരണമായ ബഹുമാനം വേണമെങ്കിൽ ടി കോൺസെപ്റ്റ് ശീലമാക്കുക. ഇത് വളരെ ലളിതമാണ്. ഇതിൽ 2 വരകളുണ്ട്, ഒന്ന് കുത്തനെയുള്ളതും ഒന്ന് കുറുകെയുള്ളതും. കുത്തനെയുള്ള വര സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുക എന്നതാണ്. ആ കാര്യത്തിൽ ആളുകൾ നിങ്ങളെ മാസ്റ്റർ എന്ന് വിളിക്കണം. കുറുകെയുള്ള വര സൂചിപ്പിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം അറിവുണ്ടായിരിക്കുക എന്നതാണ്. ഇത് രണ്ടും ചേരുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ടി ആകൃതിയിൽ വരും. ഇതിൽ ഒരിടത്ത് വൈദഗ്ധ്യവും ചുറ്റും മറ്റ് അറിവുകളും ഉണ്ടാകും. വിരാട് കോഹ്ലിയെയും ധോണിയെയും നോക്കൂ. ക്രിക്കറ്റിലുള്ള അവരുടെ വൈദഗ്ധ്യം അവരെ ഐക്കണാക്കി. പക്ഷെ അവർ അവിടെ നിന്നില്ല. സംസാരിക്കാനുള്ള കഴിവ്, ഫാഷൻ, ഫിറ്റ്നസ്, അങ്ങനെ പല കാര്യങ്ങളും അവർ പഠിച്ചു. ഫലമോ, ആളുകൾ അവരുടെ കളിയെ മാത്രമല്ല വ്യക്തിത്വത്തെയും ബഹുമാനിക്കുന്നു. ഇതാണ് ടി കോൺസെപ്റ്റിന്റെ ശക്തി. ചാണക്യനും ഇതാണ് പറഞ്ഞത്. ഒരു കലയിൽ പൂർണ്ണനും പല കലകളിൽ അറിവുള്ളവനുമായ വ്യക്തിക്കാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത്. ചാണക്യന് രാഷ്ട്രീയം, സാമ്പത്തികം, മനഃശാസ്ത്രം, യുദ്ധമുറ എന്നിവയിലെല്ലാം അറിവുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വൈദഗ്ധ്യം തന്ത്രങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഒരു കഴിവിൽ ആഴത്തിൽ ഇറങ്ങുക, അടിത്തറ ശക്തമാക്കുക, ബാക്കി കഴിവുകൾ സാമാന്യം പഠിക്കുക. ഇത് രണ്ടും ചേരുമ്പോൾ നിങ്ങളുടെ ബഹുമാനം ആകാശമൊട്ടെ വളരും. 9-ാമത്തെ നിയമം. സ്വയം കളിയാക്കി ചിരിക്കാൻ പഠിക്കുക. ഇത് കുറച്ചാളുകൾക്ക് മാത്രമേ കഴിയൂ. പക്ഷെ കഴിയുന്നവരുടെ വില കൂടും. സ്വന്തം ചെറിയ തെറ്റുകളിലും അബദ്ധങ്ങളിലും സ്വയം ചിരിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഇവനെ വേദനിപ്പിക്കാൻ പാടാണല്ലോ എന്ന്. നിങ്ങൾ സ്വയം കളിയാക്കിയാൽ മറ്റുള്ളവർ കളിയാക്കുന്നതിൽ അർത്ഥമില്ലാതാകും. അത്തരം ആളുകൾ പരിഹാസം കേട്ട് തളരില്ല, മറിച്ച് അന്തരീക്ഷം പോസിറ്റീവാക്കും. ഞാനും ഇത് ചെയ്യാറുണ്ട്. എന്റെ അബദ്ധങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു ചിരിക്കും. അപ്പോൾ നിയന്ത്രണം എന്റെ കയ്യിലാകും. നമ്മൾ തന്നെ നമ്മളെ കളിയാക്കിയാൽ വേറൊരാൾക്കത് ആയുധമാക്കാൻ കഴിയില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഇതെല്ലായിടത്തും ചെയ്യരുത്. എപ്പോഴും സ്വയം കളിയാക്കിയാൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. വിശ്വസ്തരായ സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും ഇടയിൽ മാത്രം ഇത് ചെയ്യുക. ചാണക്യൻ പറയുന്നു, സ്വന്തം കുറവുകൾ അംഗീകരിക്കുന്നവൻ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. സ്വന്തം കുറവുകൾ അംഗീകരിച്ച് ചിരിച്ചാൽ ആർക്കും അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളെ മാനസികമായി ശക്തനാക്കും. ഓർക്കുക, സ്വയം ചിരിക്കുന്നത് ദൗർബല്യമല്ല, അത് ഉയർന്ന ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. സ്വന്തം വികാരങ്ങളുടെയും കുറവുകളുടെയും യജമാനൻ നിങ്ങളാണെന്ന് അത് ലോകത്തിന് കാണിച്ചുകൊടുക്കുന്നു. 10-ാമത്തെ നിയമം. തൊട്ടുമുമ്പത്തെ നിയമത്തിനു നേരെ വിപരീതമായ കാര്യമാണിത്. നിങ്ങളുടെ യഥാർത്ഥ ബലഹീനതകൾ ഒരിക്കലും ആരോടും പറയരുത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ചെറിയ തമാശകളെക്കുറിച്ചാണ്. എന്നാൽ ഇത് നിങ്ങളുടെ അന്തസ്സിനെയും ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണ്. ഇത് ഷെയർ ചെയ്യുന്നത് അപകടമാണ്. ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്,
നിങ്ങളുടെ ബലഹീനതകൾ ആരോടും പറയരുത്, കാരണം സമയം മാറുമ്പോൾ ആ ബലഹീനത നിങ്ങൾക്കെതിരെ ആയുധമായി മാറും. ഇത് കേൾക്കാൻ ലളിതമാണെങ്കിലും വളരെ ആഴമുള്ള കാര്യമാണ്. സ്വന്തം കുറവുകൾ മറ്റൊരാളോട് പറയുമ്പോൾ ആദ്യം ആശ്വാസം തോന്നും, അവർ സഹതാപം കാണിക്കും. എന്നാൽ മനുഷ്യൻ എപ്പോൾ മാറുമെന്ന് പറയാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ പറഞ്ഞുകൊടുത്ത ആ രഹസ്യം അവർ ഉപയോഗിക്കും. പലരും തുടക്കത്തിൽ നല്ലവരായിരിക്കും, പക്ഷേ എല്ലാവരുടെയും മനസ്സ് ശുദ്ധമായിരിക്കില്ല. നിങ്ങൾക്ക് എവിടെയാണ് വേദനിക്കുന്നതെന്നറിഞ്ഞാൽ ആളുകൾ അവിടെ തന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് ബുദ്ധിമാന്മാരും വിജയികളും തങ്ങളുടെ യഥാർത്ഥ ബലഹീനതകൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കും, അല്ലെങ്കിൽ വർഷങ്ങളായി വിശ്വസ്തനായ ഒരാളോട് മാത്രം പറയും. ബലഹീനത മറച്ചുവെക്കുന്നത് പേടിയല്ല, ബുദ്ധിയാണ്. തമാശകൾ പറയാം, പക്ഷേ യഥാർത്ഥ പേടിയും മുറിവുകളും ആരോടും പറയരുത്. ഈ പക്വത നിങ്ങളുടെ ബഹുമാനം സംരക്ഷിക്കും. 11ാമത്തെ നിയമം: ബഹുമാനം വേണമെങ്കിൽ ആദ്യം ബഹുമാനം കൊടുക്കണം. കൊടുക്കൽ വാങ്ങലുകളുടെ ലളിതമായ നിയമത്തിലാണ് ഈ ലോകം ഓടുന്നത്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് നൽകണം, ബഹുമാനവും പരിഗണനയും. അവരുടെ വാക്കുകളും വികാരങ്ങളും നിങ്ങൾക്ക് വലുതാണെന്ന് അവർക്ക് തോന്നുമ്പോഴേ അവർ തിരിച്ചു നിങ്ങളെയും ബഹുമാനിക്കൂ. പലപ്പോഴും അതിലും കൂടുതലായി തിരിച്ചു തരും. നമ്മുടെ ഈ ബന്ധത്തിലും അതങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അറിവും മൂല്യമുള്ള കാര്യങ്ങളും പറഞ്ഞുതരുന്നു, തിരിച്ചു നിങ്ങൾ എനിക്ക് സ്നേഹവും പിന്തുണയും നൽകുന്നു. ഈ കൊടുക്കൽ വാങ്ങലുകളാണ് ബന്ധങ്ങളെ ശക്തമാക്കുന്നത്. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവർക്ക് ബഹുമാനം നൽകാൻ അറിയുന്നവനെ ബഹുമാനത്തിന് അർഹനാകൂ. മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുന്നവൻ ഒരിക്കലും വലിയവനാകില്ല. ബഹുമാനം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വിനയവും ആദരവും കാണിക്കുമ്പോഴേ ഹൃദയം തുറക്കൂ. ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നുവോ അത്രയും തിരിച്ചു കിട്ടും. ആദ്യം കൊടുക്കുക, അപ്പോൾ ലോകം നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് കാണാം. 12ാമത്തെ നിയമം: നിങ്ങളുടെ ലഭ്യത അഥവാ അവൈലബിലിറ്റി കുറയ്ക്കുക. ഇത് വളരെ ശക്തമായ നിയമമാണ്. ബഹുമാനം കൂട്ടാൻ ഇതിലും വലിയൊരു വിദ്യയില്ല. നിങ്ങൾ എപ്പോഴും എല്ലായിടത്തും എല്ലാവർക്കും ലഭ്യമാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളുടെ വില മനസ്സിലാകില്ല. നിങ്ങൾ അവർക്ക് ഒരു സാധാരണക്കാരനായി മാറും. എന്നാൽ നിങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ നിങ്ങളുടെ വില താനേ കൂടും. പ്രകൃതിയെ നോക്കൂ. 30 ദിവസം മഴക്കാർ മൂടി സൂര്യനെ കാണാതിരുന്നാൽ 31ാം ദിവസം സൂര്യൻ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കും. വസ്ത്രം ഉണക്കാനും വെയിൽ കൊള്ളാനും എല്ലാവരും വരും. സൂര്യൻ ഒരു വലിയ സംഭവമായി തോന്നും. എന്തുകൊണ്ട്? സൂര്യന്റെ ലഭ്യത കുറവായിരുന്നു, അത് അതിന്റെ വില കൂട്ടി. മനുഷ്യനും അങ്ങനെ തന്നെ. എപ്പോഴും ഫ്രീയായി എല്ലാവരുടെയും കൂടെ ഇരുന്നാൽ, എല്ലാ കോളിനും ഉടൻ മറുപടി നൽകിയാൽ, എല്ലായിടത്തും മുഖം കാണിച്ചാൽ നിങ്ങളുടെ വില കുറയും. എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുകയും എല്ലാവർക്കും പിടികൊടുക്കാതിരിക്കുകയും ചെയ്താൽ ആളുകൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കും. നിങ്ങൾ വരുന്നത് ഒരു വലിയ കാര്യമായി മാറും. ആളുകൾ കാത്തിരിക്കും, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും. ചാണക്യൻ പറയുന്നു, അപൂർവമായി മാത്രം ലഭിക്കുന്നവന് സ്വാധീനം കൂടുതലായിരിക്കും. എല്ലായിടത്തും പോയിരിക്കാത്തവനെ സമൂഹം ഗൗരവമായി കാണും. കാരണം ലഭ്യത കുറഞ്ഞവയ്ക്കാണ് ബഹുമാനം കൂടുതൽ. നിങ്ങൾക്ക് ആകാശം മുട്ടെ ബഹുമാനം വേണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കുക, പക്ഷേ എപ്പോഴും പോയി മുഖം കാണിക്കാതിരിക്കുക. ലഭ്യത കുറയ്ക്കുക, ആളുകൾ നിങ്ങളെ ഓർക്കും, നിങ്ങളുടെ ഒരു നോട്ടത്തിനു പോലും വില കൽപ്പിക്കും. സുഹൃത്തുക്കളെ, ഇവയാണ് ബഹുമാനം നേടാനുള്ള 12 നിയമങ്ങൾ. ഇവ പാലിച്ചാൽ ആളുകൾ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ലൈക്ക് എനിക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇതിൽ ഏത് നിയമമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക.